ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അതിനെ നേരിടാനുള്ളൊരു ശക്തി ഭഗവാനെ മാത്രം, അത് മാത്രമേ ഉള്ളൂ. മുരുകാന്ന് വിളിച്ച് മുരുകൻ്റെ അടുക്ക ചെന്ന് വരുമ്പോൾ ശരിക്കും അറിയാണ്ട് കണ്ണ് നടന്നു പോകും. നമ്മൾ ഭഗവാനിൽ പൂർണ്ണമായിട്ടും 100% വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഒരു അനുഗ്രഹത്തിൽ മാത്രം ഞാൻ ഇന്ന് ഇവിടെ നിൽക്കണതാണ് രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞാൽ 100-ൽ 2-3 പേര് മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ചുണ്ടൽ നീതി എന്നാണ് അതിന് പറയുന്നത്. അതായത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിവാഹം. അത് ഈ ക്ഷേത്രത്തിൽ അധികം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നടത്തിയത് എല്ലാവരുടെയും വിവാഹം നടന്നിട്ടുണ്ട്. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ തെക്കും ഭാഗം ശ്രീ കുമാരമംഗലം ക്ഷേത്രസന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏറെ പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കാം. തൃപ്പൂണിത്തുറ തെക്കും ഭാഗം ശ്രീ കുമാരമംഗലം ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ദേവസേനാധിപതിയായി വലത് കൈയിൽ വേലും പിടിച്ച് സന്തോഷഭാവത്തിൽ വാണരുളുന്ന ബാലസുബ്രഹ്മണ്യനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഉദ്ദേശം 130 വർഷങ്ങൾക്ക് മുമ്പ് വർക്കല ശിവഗിരി മഠം സ്വാമി ശ്രീ നാരായണ ധർമ്മ തീർത്ഥയാണ് ഈ ബാലസുബ്രഹ്മണ്യനെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. കുമാരനായ ബാലസുബ്രഹ്മണ്യൻ വാഴുന്ന ക്ഷേത്രമായതിനാലാണ് ഈ ക്ഷേത്രത്തെ കുമാരമംഗലം ക്ഷേത്രം എന്ന് വിളിക്കുന്നത്. ഈ കുമാരമംഗലം ബാലസുബ്രഹ്മണ്യ സ്വാമി അഭിഷേകപ്രിയനാണ്. അതുകൊണ്ട് തന്നെ ഈ അഭിഷേകപ്രിയനായ ബാലസുബ്രഹ്മണ്യ സ്വാമിക്ക് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി എണ്ണ, പാൽ, പഞ്ചാമൃതം, കരിക്ക്, പനിനീര്, തേൻ, ശുദ്ധജലം എന്നിവ കൊണ്ട് ഭഗവാന് അഭിഷേകം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലും അഭിഷേകത്തിലും സംപ്രീതനായ ഭഗവാൻ എല്ലാവരെയും ആവോളം അനുഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസവും അനുഭവവും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിരവധി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും നിത്യേന ഏറ്റവും കൂടുതൽ പാലഭിഷേകം നടത്തുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ കുമാരമംഗലം ക്ഷേത്രത്തിനുണ്ട്. കൂടാതെ ഈ ക്ഷേത്രത്തിന് മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ ശിവക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലുമാണ് പിതൃമോക്ഷത്തിനായി പിതൃബലി നടത്താറുള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ പിതൃമോക്ഷത്തിനായി നിത്യേന ബലിതർപ്പണം നടത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഇനി ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതിവിശിഷ്ടവുമായ ഒരു വഴിപാടിനെ കുറിച്ച് പറയുവാനുണ്ട്. അതിനു മുമ്പായി ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകളെ കുറിച്ച് പറയാം. ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയൊരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശ്രീ ധർമ്മശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് മറ്റൊരു മതിൽക്കെട്ടിനകത്ത് ശ്രീ ദുർഗാദേവിയെയും ഒരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു മതിൽക്കെട്ടിനകത്ത് ഒരു തറയിൽ നാഗരാജാവ്, നാഗയക്ഷി എന്നിവരുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ശ്രീ സുബ്രഹ്മണ്യൻ്റെ കാവലാളായ ശ്രീ ഹിഡുംബൻ സ്വാമിയെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ഹിഡുംബൻ സ്വാമിയുടെ ശ്രീകോവിലിൻ്റെ വലതു ഭാഗത്തായി ശ്രീ നാരായണ ഗുരുദേവനെയും മറ്റൊരു ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ.
തൃപ്പൂണിത്തുറ തെക്കും ഭാഗം ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ വ്യത്യസ്തവുമായ ഒരു വഴിപാടിനെ കുറിച്ച് പറയുവാനുണ്ട്. ഈ വഴിപാട് നടത്തി ഉദ്ദിഷ്ടകാര്യ സിദ്ധി നേടിയ ഭക്തജനങ്ങൾ നിരവധിയാണ്. ഇനി ആ വഴിപാടിനെ കുറിച്ച് പറയാം. ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തിൻ്റെ വടക്കിഴക്ക് ഭാഗത്ത് ഉപപ്രതിഷ്ഠയായി വണരുളുന്ന ശ്രീ സുബ്രഹ്മണ്യൻ്റെ കാവലാളായ ദേവാംശ ഭാവമുള്ള ഹിഡുംബസ്വാമിക്ക് ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ ശനിയാഴ്ച ദിവസം വൈകിട്ട് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി നൽകുന്ന വഴിപാടാണ് ഇന്ന് ലോകശ്രദ്ധ നേടുന്നത്. അവർ ഹിഡുംബസ്വാമിക്ക് പുട്ടും കടലയും പപ്പടവും വഴിപാടായി സമർപ്പിക്കുന്നു. ഈ പുട്ടും കടലയും പപ്പടവും വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തന് തങ്ങളുടെ ഏതൊരാഗ്രഹവും ഉടൻ സാധിച്ചു കിട്ടുന്നു എന്നുള്ള അത്ഭുത പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ തടസ്സം, ശത്രുദോഷം, തൊഴിൽ തടസ്സം എന്നീ സർവ്വദോഷ പരിഹാരത്തിനായി ഭക്തജനങ്ങൾ ഹിഡുംബൻ സ്വാമിക്ക് ഈ വഴിപാട് സമർപ്പിച്ചു വരുന്നു. ഈ പുട്ടും കടലയും പപ്പടവും ഹിഡുംബൻ സ്വാമിക്ക് വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി നിരവധി ഭക്തജനങ്ങളാണ് ജാതിമത ഭേദമന്യേ എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഈ വിശേഷാൽ വഴിപാട് ഹിഡുംബൻ സ്വാമിക്ക് സമർപ്പിക്കുന്നതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. തൃപ്പൂണിത്തുറ തെക്കുംഭാഗം ശ്രീനാരായണ ധർമ്മഘോഷിണി സഭ വക ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തിലെ മെയിൻ പ്രതിഷ്ഠ സുബ്രഹ്മണ്യ ഭഗവാനാണ്. സുബ്രഹ്മണ്യ ഭഗവാന്റെ ഉപദേവ കാവൽക്കാരനാണ് ഇടുംബസ്വാമി. ഇടുംബസ്വാമിയുടെ പ്രതിഷ്ഠ പണ്ട് മുതൽ ഇവിടെ ഉള്ളതാണ്. ഈ ഇടുംബസ്വാമിയിലുള്ള വിശ്വാസവും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അന്നത്തെ ഭരണസമിതി ഇവിടെ ശ്രീകോവിൽ പണിതു. ആ ശ്രീകോവിലിൽ ഇടുംബസ്വാമിയുടെ പൂർണ്ണമായ ഒരു പ്രതിമ 2016 മെയ് മാസത്തിൽ ശിവഗിരി മഠത്തിലെ ബ്രഹ്മാനന്ദ ശ്രീ പ്രകാശാനന്ദ സ്വാമിയാണ് പ്രതിഷ്ഠ നടത്തിയത്. അത് എല്ലാ ശനിയാഴ്ചയാണ് നമുക്കിവിടെ ഈ പൂജ നടക്കുന്നത്. ഈ പൂജ നടക്കുന്നതിന് മുമ്പായിട്ട് സുബ്രഹ്മണ്യ ഭഗവാന്റെ മുമ്പിൽ ഒരു പൂജയും ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്, കീർത്തനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം മേൽശാന്തിയുടെ നേതൃത്വത്തിൽ നടത്തി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇടുമ്പ കോവിലേക്ക് വരും. കോവിലിൽ വെച്ചാണ് നമ്മൾ ഇതിൻ്റെ നൈവേദ്യങ്ങളും പ്രാർത്ഥനകളൊക്കെ. നൈവേദ്യങ്ങൾ നമ്മൾ പഴവർഗ്ഗങ്ങളിലാണ് നൈവേദ്യങ്ങൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രസാദമായിട്ട് നൽകുന്നത് പുട്ട്, കടല, പപ്പടമാണ്. അതൊരു കണ്ടെയ്നറിലാക്കിയാണ് കൊടുക്കുന്നത്. അത് നമ്മളിവിടെ കൊണ്ടുവന്ന് നേദിച്ച് അതിന് ശേഷം നമ്മൾ ഈ പുഷ്പാഞ്ജലിയും ഈ പഴവർഗ്ഗങ്ങളുടെ പ്രസാദം കൊണ്ട് ഭക്തജനങ്ങൾക്ക് അവിടെ വെച്ച് കഴിക്കാനായിട്ട് കൊടുക്കും. അതിനുശേഷം അവർ കൈയൊക്കെ ശുദ്ധീകരിച്ച ശേഷം ഈ പ്രസാദം മേൽശാന്തികളിൽ നിന്ന് ദക്ഷിണ കൊടുത്ത് വാങ്ങി അവർ പിരിഞ്ഞ് പോകാറാണ് പതിവ്. ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി ഭക്തജനങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലുമാണ് ഇത് നടക്കുന്നത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കാണ് ഇത് നടത്തുന്നത്. അതിന് ഒരു 3 പ്രാവശ്യം നടത്തുന്നവരുണ്ട്, 7 പ്രാവശ്യം നടത്തുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഇവിടെ ആൾക്കാർ അവരുടെ കാര്യസാധ്യസിദ്ധിക്ക് വരുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്ത്രീ വന്നിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് അവർ കരഞ്ഞു. അവരുടെ മകന് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു നടന്നു. അതുകൂടാണ്ട് കല്യാണം നടക്കാതിരുന്ന കാര്യങ്ങളിലൊക്കെ അതും നടന്ന് അതൊക്കെ അവരിവിടെ വന്ന് പറയണതാണ്. ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ശാന്തിയോട് പറയും, ശാന്തി എൻ്റെ കാര്യം ഇന്നതായിരുന്നു നടന്നിട്ടോ എന്ന് പറയും. അപ്പോൾ ശാന്തി അവരോട് അതിനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെയാണ് ഇവിടുന്ന് ഒരു 7:15 ആകുമ്പോൾ ഇവിടെ പൂജ തുടങ്ങും. പൂജ തുടങ്ങി 8 മണിക്ക് മുമ്പായിട്ട് അവസാനിക്കും. അതാണ് ഇവിടെ തെക്കൻ കേരളത്തിൽ ഇടുംബസ്വാമിയുടെ പൂർണ്ണമായൊരു പ്രതിമ ഇവിടെ മാത്രമുള്ളതെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കൂടാതെ ദേവാംശമുള്ള ഇടുംബസ്വാമിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് ഈ പുട്ടും കടല പ്രസാദമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അവർ കഴിക്കുമ്പോഴും അവരുടെ രോഗങ്ങളൊക്കെ മുക്തി നേടാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ കേരളത്തിൽ ഇടുംബസ്വാമിക്ക് ഒരു പൂർണ്ണമായ പ്രതിമയുള്ളത് മാത്രമല്ല, ഇങ്ങനെ ഈ പുട്ടും കടല ഒരു പ്രസാദമായിട്ട് വഴിപാട് നേദിക്കുന്നത് ഇവിടെ മാത്രമുള്ളൂ. മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ അറിവിലില്ല. ഇവിടെ മാത്രമാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇടുംബസ്വാമിയുടെ മഹാത്മ്യം മനസ്സിലാക്കി പല പ്രമുഖരും രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ ഫീൽഡിലുള്ളവരും ഗായകരൊക്കെ ഇവിടെ വന്ന് ഈ പൂജയിൽ പങ്കെടുക്കുന്നുണ്ട്. കുടുംബസമേതമാണ് അവർ വന്ന് ഈ പൂജയിൽ പങ്കെടുത്ത് അടുത്ത ആഴ്ചത്തേക്കുള്ള വഴിപാടും കൂടി ഇവർ എഴുതിയിട്ടാണ് ഇവിടെ നിന്ന് പിരിയുന്നത്. അവർ വളരെ സംതൃപ്തമായിട്ടാണ് ഇവരെല്ലാവരും പിരിഞ്ഞു പോകുന്നത്. ഹിഡുംബസ്വാമി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ വെച്ച് നോക്കുമ്പോൾ നമുക്കുള്ളൊരു ക്ഷേത്രമാണ് ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തിലെ ഹിഡുംബസ്വാമി. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും പുട്ടും കടലയും പപ്പടവുമാണ് ഹിഡുംബിൻ്റെ വഴിപാട്. അത് നല്ല ഐശ്വര്യം അനുഭവം ആയതുകൊണ്ടാണല്ലോ 10, 40, 50 പൂജകളൊക്കെ വരും ഇവിടെ. അപ്പോൾ അത്ര അനുഭവം കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ഭക്തർ വരുള്ളൂ. അപ്പോൾ അനുഭവം ഉണ്ട്. അത് എൻ്റെ കാലിന് ഒരു ആരുകൊണ്ട് ഇൻഫെക്ഷനായി, പിറ്റേ ദിവസം തന്നെ ഇൻഫെക്ഷനായി എന്ന് പറഞ്ഞാൽ കാല് വന്ന് ഡെഡായി, മുട്ടിൻ്റെ താഴെ വരെയും. നമ്മൾ ഭഗവാനിൽ പൂർണ്ണമായിട്ടും 100% വിശ്വസിച്ച് പ്രാർത്ഥിച്ച്
ഒരു അനുഗ്രഹത്തിൽ മാത്രം ഞാൻ ഇന്ന് ഇവിടെ നിൽക്കണതാണ് രക്ഷപ്പെട്ട്. എന്ന് പറഞ്ഞാൽ 100-ൽ 2-3 പേര് മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എൻ്റെ ഒരു വലിയ അനുഭവം അത്. അതായത് ഈ ഇടുമ്പൻ്റെ പൂജ നമുക്കിവിടെ ഉണ്ട്. എല്ലാ ശനിയാഴ്ചയും രാത്രി പൂജയുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കണോ ആ കാര്യങ്ങൾ നമുക്ക് തൃപ്തിപൂർവ്വം നടക്കുന്നുണ്ട്. മോൻ്റെ ജോലിയുടെ കാര്യത്തിന് വന്നപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അനുഭവമാണ് കിട്ടിയത്. മോൻ ഇപ്പോൾ UK നല്ലൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. 27 വർഷമായി ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട്. 27 വർഷമായിട്ട് നമ്മൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും പങ്കുകൊള്ളുകയും അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് സുബ്രഹ്മണ്യദേവനെ. അതേപോലെ തന്നെ മക്കളുടെ പഠിപ്പും മക്കളുടെ ജോലിയും വിവാഹവും, അതിനോടൊന്നും കുട്ടികൾക്ക് വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതിന് ഞാനിവിടെ ഷഷ്ടിവ്രതം എടുത്ത് ആദ്യത്തെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പെൺകുട്ടികൾ 2 പേരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതിലൊരാൾ ഇപ്പോൾ മൂത്താളുടെ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ 2ാമത്തെ ഷഷ്ടി ഞാൻ എടുക്കുന്നേ ഉള്ളൂ, ഈ മാസം വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മക്കളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും അവർക്കിഷ്ടമുള്ള ജോലി പ്രൊഫഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹിഡുമ്പൻ സ്വാമിക്ക് പുട്ടും കടലും നിത്യം നമ്മൾ ഹിഡുമ്പ പൂജ ചെയ്യുന്നുണ്ട് ശനിയാഴ്ച. അത് ചെയ്ത് ഇപ്പോൾ ഒരാൾ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, മറ്റേ ആൾ ചെന്നൈയിലാണ്. ഭഗവാന്റെ അടുക്കെ വന്ന് നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മളൊരാളായിട്ട് നമ്മുടെ കേൾക്കാനുള്ളൊരു കേൾവിക്കാരനായിട്ട്, അതല്ലെങ്കിൽ എന്താ പറയുക, അതൊരു നമുക്കൊരു ഒരു ദിവസം ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് പോകാനുള്ളൊരു ചാൻസും കൂടിയാണ്. അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഹിഡുമ്പ സ്വാമിക്ക്. അത് ഇതിൽ കൂടെ പറയുക കേട്ടോ, ആൾക്കാർ അറിയണമല്ലോ. ഹിഡുമ്പ സ്വാമിക്ക് വെള്ളിയാഴ്ച ദിവസം ചുണ്ടൽ നേദ്യം എന്നാണ് അതിന് പറയണത്. അതായത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിവാഹം. അത് ഈ ക്ഷേത്രത്തിൽ അധികം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നടത്തിയത് എല്ലാവരുടെയും വിവാഹം നടന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന ചുണ്ടൽ നിവേദ്യം വിവാഹ തടസ്സങ്ങൾ നീങ്ങി നല്ല മംഗല്യഭാഗ്യം ലഭിക്കാൻ വേണ്ടിയാണ് ആ ഒരു ചുണ്ടൽ നേദ്യം എന്ന് പറഞ്ഞൊരു വഴിപാട് വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ഇവിടെ നടക്കേണ്ടത്. ഇനി ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാം. എല്ലാ മാസത്തിലെയും ഷഷ്ടി ഈ ക്ഷേത്രത്തിൽ അതിവിശേഷമായി ആചരിച്ചു വരുന്നു. കൂടാതെ തുലാമാസത്തിലെ സ്കന്ദഷഷ്ടിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു. അന്നേ ദിവസം നിരവധി ഭക്തജനങ്ങളാണ് ഈ തുലാമാസത്തിലെ സ്കന്ദഷഷ്ടിയിൽ പങ്കെടുക്കുന്നതിനായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകളുമായി ബന്ധപ്പെട്ട വിശേഷ ദിവസങ്ങളും അതിപ്രാധാന്യത്തോടെ ഇവിടെ ആചരിക്കാറുണ്ട്. ശ്രീകുമാരമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ഭഗവാൻ വളരെ പ്രാധാന്യത്തോടു കൂടി അഭിഷേകങ്ങളും പുഷ്പാഞ്ജലികളും വിശേഷമായിരിക്കുന്ന പൂജകളൊക്കെ നടന്നു വരുന്നു. അതേപോലെ തന്നെ ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചയും ഹിഡുമ്പൻ സന്നിധിയിൽ വിശേഷമായ നിവേദ്യങ്ങളൊക്കെ വെച്ച് ഹിഡുമ്പന് പൂർണ്ണമായിട്ടുള്ള പൂജ കഴിച്ചിട്ടുള്ള നേദ്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഷഷ്ടി ദിനത്തിൽ വിശേഷമായിരിക്കുന്ന ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദി കർമ്മങ്ങളും വിശേഷ ഷഷ്ടി പൂജയും ഭക്തജനങ്ങൾ ഒട്ടനവധി പങ്കെടുക്കുന്ന മഹത്തരമായിരിക്കുന്ന ഷഷ്ടി പൂജ നടക്കുന്നതാണ്. പിന്നെ എല്ലാ മാസവും ആയില്യത്തിന് വിശേഷമായി സർപ്പത്തിന് ആയില്യം പൂജ നടത്തി വരാറുണ്ട്. വാർഷികമായിട്ട് നമ്മൾക്ക് വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ദേവിയുടെ തിരുനടയിലെ പൊങ്കാല സമർപ്പണമുണ്ട്. ഒട്ടനവധി ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിച്ചുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹത്തിനായി എത്തിച്ചേരാറുണ്ട്. ഇത്യാദി ദിവസങ്ങളിലൊക്കെയാണ് വിശേഷമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു പോരുന്നത്. പ്രധാനമായിട്ട് നമുക്ക് ഹിഡുമ്പ പൂജയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഭഗവാന് സുബ്രഹ്മണ്യ സ്വാമിയുടെ പൂജ കഴിഞ്ഞ് ഭഗവാനെ പ്രകീർത്തിച്ച് സ്തുതിച്ചുകൊണ്ട് ഭജനയും കാര്യങ്ങളൊക്കെ നടത്തി ഹിഡുമ്പൻ സന്നിധിയിൽ ചെന്ന് ഭഗവാൻ വിശേഷമായിരിക്കുന്ന നിവേദ്യങ്ങൾ, അതായത് പുട്ട്, കടല, പപ്പടം, അതേപോലെ ഇളനീര്, പാനക നിവേദ്യം ഇത്യാദി നേദ്യങ്ങളൊക്കെ വെച്ചിട്ട് ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധിക്കായിക്കൊണ്ട് ഹിഡുമ്പ സന്നിധിയിൽ എല്ലാ ശനിയാഴ്ചയും പൂജകൾ കഴിക്കുന്നു. ഒട്ടനവധി ഭക്തർക്ക് അവരുടെ ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധി കൈവരിച്ചിട്ടുണ്ട്. നാനാമതത്തിലുള്ള ആൾക്കാർ വന്ന് ഇവിടെ ഹിഡുമ്പ പൂജ നടത്തുകയും അവർക്ക് ഭഗവാന്മാരുടെ അനുഗ്രഹത്താൽ അവരുദ്ദേശിക്കുന്ന ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധിയും ലഭിച്ചു വരുന്നു. കുമാരമംഗലം ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് ഇനി പറയാം. ധനുമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ ആറാട്ട് വരത്തക്ക വിധം 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നത്. ഈ ഉത്സവത്തിനും ഈ ആറാട്ടിനും ഏറെ പ്രത്യേകതകളാണുള്ളത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിലെ ബാലമുരുകന് ആറാട്ട് നടത്തുന്നത്
അർദ്ധരാത്രിക്ക് ശേഷമാണ് എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. കൂടാതെ ഈ ഉത്സവ നാളുകളിലെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ക്ഷേത്രത്തിൽ പ്രസാദൂട്ട് നടത്തി വരുന്നു. ഞാൻ കാവന കുടുംബത്തിലെ അംഗമാണ്. ആ കാവന കുടുംബത്തിൽ നിന്നാണ് ഈ ഭഗവാനുള്ള ഈ ഭൂമി എല്ലാം ദാനം ചെയ്തിരിക്കുന്നത്. ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കുകയും ഇഷ്ടദാനമായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ആചാരം ആയിട്ട് ഈ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ വീട്ടിലെ ഒരു പണ്ടത്തെ പാരമ്പര്യ ചടങ്ങുണ്ടായിരുന്നു, അത് നടത്തിക്കൊണ്ട് പോരുന്നതാണ്. അപ്പോൾ ഇന്നും ആ ഉത്സവം തുടങ്ങുന്നതിന് മുൻപ് നോട്ടീസ് കിട്ടി ആദ്യം നമ്മുടെ കുടുംബത്ത്, അതായത് കാവന കുടുംബത്ത് കൊണ്ടുവന്ന് തന്നതിന് ശേഷം ആണ് വെളിയിൽ കൊടുക്കുകയുള്ളൂ. പിന്നെ ഉത്സവം അതിൻ്റെ തുടങ്ങുന്ന തന്നെ കാവന കുടുംബത്തിൻ്റെ മൂലകുടുംബമുണ്ട്, അവിടെ വന്ന് അന്നത്തെ പൂജയും പറയുകയും ഒക്കെ നിറച്ചതിന് ശേഷമാണ് ഇവിടെ വന്ന് കൊടി കയറുള്ളൂ. അപ്പോൾ ആ കൊടി കയറി കഴിയുമ്പോൾ ഓഫീസിൽ നിന്ന് പ്രസിഡൻറ്റ് നിറച്ച് കഴിഞ്ഞാൽ പിന്നത്തെ അടുത്ത അവകാശി എന്നുള്ള നിലയ്ക്ക് എന്നെക്കൊണ്ടാണ് നിറപ്പിക്കുന്നത്. ക്ഷേത്രം ഇങ്ങനെ ഉയർന്നു വന്നതിൽ ഏറ്റവും സന്തോഷം ഉണ്ട്. ഇനിയും ഇതിൽ കുറേയും കൂടെ ഉയരാനുണ്ട്. ഇത് പോരാന്നുള്ളൊരു തോന്നലാണ്. 130ഓളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ രണ്ടാണ്. ഒന്ന് ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനോത്സവം, അത് വരുന്നത് മേടമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ്. പിന്നെ ഭഗവാന്റെ തിരുവുത്സവമാണ് വരുന്നത്, അത് ധനുമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ ഭഗവാന്റെ ആറാട്ടോട് കൂടിയാണ് പര്യവസാനിക്കുന്നത്. അപ്പോൾ ആ പ്രധാന ഉത്സവം 5 ദിവസത്തെ ഉത്സവമായിട്ടാണ് വരുന്നത്. ആ ഉത്സവം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 5 ആനപ്പുറത്ത് ഉത്സവം നടത്തിയ കാലങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ആനയുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം ഇപ്പോൾ നമുക്ക് രഥത്തിലാണ് നമ്മൾ ഉത്സവം നടത്തുന്നത്. ഭഗവാനെ എഴുന്നള്ളിക്കുന്ന രഥത്തിലാണ്. 1-ാം ദിവസം കൊടിയേറ്റുണ്ട്. കൊടിയേറ്റ് മുതൽ ആറാട്ട് ദിവസം വരെ പറക്കെഴുന്നള്ളിപ്പുള്ളതാണ്. നമുക്ക് പറയെടുക്കാൻ പോകും ഓരോ ദേശങ്ങളിലേക്ക്. നമ്മൾ ഇവിടെ ഈ സഭയിൽ 5 ദേശങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്, ഓരോ 5 ഭാഗങ്ങളായിട്ട്. ഈ 5 ഭാഗങ്ങളിലേക്ക് നമ്മൾ 5 ദിവസങ്ങളിലും പറ എടുക്കുവാൻ വീടുകളിൽ ഭഗവാനെ കോലത്തിൽ എഴുന്നള്ളിച്ചുകൊണ്ട്, പണ്ട് നമ്മൾ ആനപ്പുറത്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആനയുടെ ഒരു സാമ്പത്തികം, ഈ ആനയ്ക്ക് കൊടുക്കുന്ന സാമ്പത്തികമൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ശാന്തി ആണ് ഒരു ചെറിയ കോലത്തിൽ, ഇപ്പോൾ അഞ്ചുമന അമ്പലത്തിലൊക്കെ പോലെ കോലത്തിൽ എഴുന്നള്ളിച്ചുകൊണ്ടാണ് ഓരോ വീടുകളിൽ ചെന്ന് പറയെടുത്ത് പോരുന്നത്. പകൽപ്പൂരം അവസാനിച്ചതിന് ശേഷം പിന്നെ വരുന്ന ചടങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ ആറാട്ടിന് പുറപ്പാടാണ്. ഈ ആറാട്ടിന് പുറപ്പാട് രാത്രിയിലാണ് നമ്മളിവിടുന്ന് ആറാട്ടിന് പുറപ്പെടുന്നത്. അപ്പോൾ ആറാട്ടിന് പുറപ്പെടുന്ന രാത്രിയിൽ 12 മണിക്ക് ശേഷം ഇവിടുന്ന് പുറപ്പെട്ട് 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കാണ് മിക്കവാറും ആറാടുന്ന സമയം പൂയം നക്ഷത്രം കിട്ടുന്നത്. അത് ജ്യോത്സ്യം കുറിച്ച് തന്നെ ആ സമയത്തിനനുസരിച്ചാണ് നമ്മൾ പെരുന്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൻ്റെ കുളത്തിലാണ് നമ്മൾ ആറാടുന്നത്. അച്ഛനായ ശിവഭഗവാന്റെ അടുത്താണ് ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത്. അതിനുശേഷം ആറാട്ട് കഴിഞ്ഞ് പൂജ എല്ലാം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവിടെ നിവേദ്യമൊക്കെ ഉണ്ട്. ആ നിവേദ്യം പായസമാണ്. ആ നിവേദ്യം എല്ലാവർക്കും, അവിടെ വരുന്ന ആറാടാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും, അന്ന് ഭഗവാന്റെ ആറാട്ടിന് ശേഷം ഭക്തജനങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി ആറാടും. ഒരു 100-100ഓളം ജനങ്ങൾ, നമ്മുടെ ഭക്തർ ഭഗവാൻ കുളിച്ച് കയറിയതിന് ശേഷം നമ്മൾ ആ കുളത്തിൽ ഇറങ്ങി കുളിച്ച് എല്ലാവരും അവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ആ നേദ്യം, അവിടെ പായസ നേദ്യം നടത്തും. ആ നേദ്യം ഭക്തജനങ്ങൾക്ക് എല്ലാവരും കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുകയാണ്. അപ്പോൾ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ട് പോരുന്ന 3 മേളങ്ങളും അതോടൊപ്പം ഉണ്ടാവും. ഏറ്റവും ആദ്യം നാദസ്വര മേളം, അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് പഞ്ചവാദ്യത്തിൻ്റെ മേളം, അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ചെണ്ടമേളം, അങ്ങനെ എല്ലാ മേളങ്ങളും ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിന് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മേളങ്ങളോടുകൂടിയാണ് ആറാടി ഭഗവാൻ എഴുന്നള്ളി തിരിച്ചു വരുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് താരമേന്തിയ നമ്മുടെ വനിതാ പ്രവർത്തകരുണ്ടാവും. അതോടൊപ്പം തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ അംഗങ്ങളുടെയും അല്ലാത്തവരും എല്ലാവരും പറ വഴിപാടുകൾ, റോഡ് സൈഡിലുള്ള പറ വഴിപാടുകൾ നൽകാറുണ്ട്. അപ്പോൾ ആ ഭഗവാൻ ആറാടി വരുന്ന സമയത്ത് എല്ലാ വീടുകളിൽ നിന്നും പറയെടുത്തിട്ടാണ് മടങ്ങി വരുന്നത്. അങ്ങനെ പറയെടുത്ത് മടങ്ങി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ഇവിടെ എല്ലാ മേളങ്ങളും കൂടി അവസാനിച്ചതിന് ശേഷം കൊടിയിറക്കി ഭഗവാന്റെ തിടമ്പ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഭഗവാൻ ആവാഹിച്ച് വീണ്ടും നമ്മുടെ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് ഇരുത്തിയതിന് ശേഷം ഈ ഉത്സവം പര്യവസാനിക്കുന്നത് അങ്ങനെയാണ്.
ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തിൽ ദേവസേനാധിപതിയായി വണരുളുന്ന ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയെയും ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ കാവലാളും സംരക്ഷകനുമായ ശ്രീ ഹിഡുമ്പൻ സ്വാമിയെയും ദർശനം ചെയ്ത് യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സർവ്വ അനുഗ്രഹങ്ങളും ഈ ക്ഷേത്രസന്നിധിയിൽ നിന്നും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അഭീഷ്ടവരദായകന്മാരായ ശ്രീ കുമാരമംഗലം സുബ്രഹ്മണ്യ സ്വാമിയുടെയും ശ്രീ ഹിഡുമ്പൻ സ്വാമിയുടെയും മറ്റു ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി